ഗുജറാത്ത് PCC അധ്യക്ഷനായ ശക്തി സിംഗ് ഗോഹിലിൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു അഴിച്ചുപണി കോൺഗ്രസിനുള്ളിൽ നടക്കുകയാണ്. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം. ഒപ്പം തന്നെ BJPക്കുള്ളിലെ പടലപ്പിണക്കം കൃത്യമായി മുതലെടുക്കാൻ കോൺഗ്രസിലേക്ക് നേതാക്കളെ എത്തിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമവും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പാൽ അംബാലിയെയും അതുപോലെ തന്നെ ജഗദീഷ് ഠാക്കൂറും എല്ലാം ശക്തമായി പിന്തുണ കൊടുത്ത് ഗോഹിലിൻ്റെ ഒപ്പം ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. നിലവിൽ കിസാൻ യൂണിയനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നേതാവായ പാൽ അംബാലിയെ പോലീസ് മൃഗീയമായി തല്ലിച്ചതച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടുത്തെ കർഷകർക്ക് വലിയ രീതിയിൽ ചൊടിപ്പുണ്ടാക്കിയ കാര്യം തന്നെയാണ്. വാസ്തവത്തിൽ ഹരിയാന മോഡൽ കൊണ്ടുവരാൻ ആ ഒരു രീതിയിൽ കർഷകരെ ഒന്നിപ്പിച്ച് ഗുജറാത്തിൽ ഒരു വലിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവരാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് കിസാൻ യൂണിയനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഗുജറാത്തിലും തയ്യാറാകുന്നത്. ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിന്ന്, അതായത് കോൺഗ്രസിനോടൊപ്പം ഇന്ത്യ മുന്നണി എന്ന ആശയം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് BJPയെ അധികാരത്തിൽ നിന്നും തുരത്തും എന്ന് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചത് ചില്ലറ കാര്യമായി BJPക്ക് കണക്കാക്കാൻ കഴിയില്ല. BJPയുടെ ശക്തി ദുർഗമായ ഗുജറാത്തിൽ ഇത്തരമൊരു വെല്ലുവിളി ഇതാദ്യമായിട്ടാണ് ഈ നൂറ്റാണ്ടിൽ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ നശിപ്പിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ കോൺഗ്രസിനെ തകർക്കുന്ന രീതിയിലേക്ക് അവിടെ വലിയ രീതിയിൽ നെറികെട്ട കളി കളിച്ചത് യഥാർത്ഥത്തിൽ ദൗർഭാഗ്യകരം തന്നെയാണ്. ആം ആദ്മി പാർട്ടിയുടെ ഉദ്ദേശ ലക്ഷ്യം BJPയുടെ B ടീം എന്ന രീതിയിലേക്കാണോ എന്ന് അന്ന് തന്നെയാണ് ശക്തി സിംഗ് ഗോഹിലും അതുപോലെ ജഗദീഷ് ഠാക്കൂറും ഒക്കെ ചോദിച്ചത്. അന്ന് നിയമസഭയിൽ 20 സീറ്റ് പോലും തികച്ച് 182 സീറ്റുകളുള്ള സഭയിൽ നേടാൻ കഴിയാതെയാണ് PCC അധ്യക്ഷനായ ജഗദീഷ് ഠാക്കൂർ ആ സ്ഥാനം രാജിവെച്ചത്. അതിനുശേഷമാണ് ശക്തി സിംഗ് ഗോഹിൽ ആ സ്ഥാനം ഏറ്റെടുത്തത്. നിരവധിയായ ചർച്ചകൾ നടക്കുന്നുണ്ട്. BJP നേതൃത്വത്തിൽ പൊട്ടലും ചീറ്റലും അതിരൂക്ഷമാണ്. BJP നേതാക്കൾ പലരും അതൃപ്തിയിലാണ് എന്നത് വ്യക്തമാണ്. മാത്രമല്ല, ഹാർദിക് പട്ടേൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവർ BJPയിലേക്ക് എത്തിയെങ്കിലും BJPയുമായി ഇപ്പോൾ അകലം പാലിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഗുജറാത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ 26-ൽ 26 എണ്ണവും 2014-ലും 2019-ലും ജയിച്ചെങ്കിലും 24-ൽ അത് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഒരു സീറ്റ് അവർക്ക് നഷ്ടപ്പെട്ടുള്ളെങ്കിലും അത് 10 സീറ്റ് നഷ്ടപ്പെടുന്നതിൻ്റെ ഇഫക്റ്റാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. മാത്രമല്ല, വിജയിച്ച പല സീറ്റുകളുടെയും ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞിരിക്കുന്നു. ആകെ കേന്ദ്രമന്ത്രിയായ അമിത്ഷാ 7 ലക്ഷം വോട്ടിന് ജയിച്ചതും CR പാട്ടീൽ 6 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് ജയിച്ചതും ഇത്തരത്തിൽ 2-3 സീറ്റുകളാണ് ഗുജറാത്തിൽ അവരുടെ ഏറ്റവും വലിയ ശക്തി ദുർഗം അഥവാ വലിയ രീതിയിലുള്ള വിജയ സാധ്യതയുള്ള മേഖലകൾ. സൂററ്റിൽ ഏകപക്ഷീയമായ ജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് നിയമ നടപടിക്ക് ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. എന്നാൽ ആത്യന്തികമായി ഇന്ത്യ മുന്നണി കെട്ടുറപ്പോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്ക് സാധ്യതയുള്ളൂ. കോൺഗ്രസ് അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്.